നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിക്ക് മുന്നിൽ ഹാജരായതോടെ കേസ് നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. വെറുമൊരു സാധാരണ ചോദ്യം ചെയ്യലിനപ്പുറം മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിട്ട് കള്ളപ്പണ കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നത് കേസിന്റെ ഗൗരവം ഇരട്ടിപ്പിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലും ഇപ്പോഴും പാർട്ടിയിലെ ഉന്നതൻ സംശയനിഴലിൽ തന്നെയാണ്. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ കോടികളുടെ ആഭ്യന്തര സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായ ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നാണ് ഇഡിയുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും കണ്ടെത്തൽ. യാതൊരുവിധ IT സേവനങ്ങളോ കൺസൾട്ടൻസിയോ നൽകാതെ CMRLൽ നിന്നും വീണ 2,78,00,000 രൂപ മാസപ്പടിയായി കൈപ്പറ്റിയതും അതിനു പുറമെ അവരുടെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും 50 ലക്ഷം രൂപ വായ്പ എന്ന പേരിൽ വാങ്ങിയതും കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡി കോടതിയിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവരെ ഇഡി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിരുന്നു. എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണയ്ക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയതെന്നും അതിന്റെ തിരിച്ചടവ് എങ്ങനെയായിരുന്നു എന്നുമുള്ള കാര്യങ്ങളിൽ കർത്തയുടെ കുടുംബം നൽകിയ മൊഴികൾ വീണയ്ക്ക് പൂർണ്ണമായ കുരുക്കായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും കണ്ണൂരിലെ വീട്ടിലും ഭർത്താവ് റിയാസിന്റെ കോഴിക്കോട്ടെ വസതിയിലും നടത്തിയ റെയ്ഡുകളിൽ നിന്നും കണ്ടെടുത്ത ആഭ്യന്തര രേഖകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണ വ്യക്തതയോടെയാണ് ഇഡിയുടെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയും തമ്മിൽ ദുരൂഹമായ ഔദ്യോഗിക കരാറുകളിൽ ഏർപ്പെടുന്നത്. ഇത് ഭരണാധികാരം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുന്നതിനായി കൈപ്പറ്റിയ കൃത്യമായ അഴിമതി പണമാണ് എന്ന് തന്നെയാണ് വിമർശകരുടെയും ഒരുമാതിരിപ്പെട്ട ജനങ്ങളുടെയും എല്ലാം നിലപാട്. ഈ അഴിമതി കേസിലെ ഏറ്റവും സ്ഫോടനാത്മകമായ നിരീക്ഷണം അന്വേഷണത്തിന്റെ നിഴൽ പിതാവായ പിണറായി വിജയനിലേക്ക് നേരിട്ട് നീളുന്നു എന്നതാണ്. ഒരു സ്വകാര്യ കരിമണൽ കമ്പനി യാതൊരു സേവനവും ലഭിക്കാതെ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ കൈമാറണമെങ്കിൽ അതിന് പകരമായി സംസ്ഥാന ഭരണകൂടത്തിൽ നിന്നും ആഭ്യന്തര ആനുകൂല്യങ്ങൾ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടാകണം എന്നത് സാമാന്യ യുക്തിയാണ്. നിയമവിദഗ്ധരുടെ നിരീക്ഷണ പ്രകാരം പ്രധാനമായും 2 വഴികളിലൂടെ ഈ കുരുക്ക് പിണറായി വിജയനിലേക്ക് നീളാം. അതിലൊന്ന് അഴിമതി നിരോധന നിയമമാണ്. വീണ ടി കൈപ്പറ്റിയ പണം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നൽകിയ പരോക്ഷ കൈക്കൂലിയായി പരിഗണിക്കപ്പെടാം. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് മകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി നൽകി എന്ന കുറ്റത്തിന് പിണറായി വിജയനെ കേസിൽ പ്രതിയാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് പൂർണ്ണമായ നിയമസാധ്യതയുണ്ട്. രണ്ടാമത്തെ കുരുക്ക് കള്ളപ്പണ വെളുപ്പിക്കലിലെ പങ്കാളിത്തമാണ്. പിണറായി വിജയന്റെ വസതികളിൽ നിന്നും ലഭിച്ച രേഖകളിൽ ഈ പണമിടപാടുകളെ കുറിച്ചുള്ള അറിവോ പങ്കാളിത്തമോ തെളിഞ്ഞാൽ അഴിമതി പണം ഒളിപ്പിച്ചു വെക്കാൻ സഹായിച്ചു എന്ന കുറ്റത്തിന് കള്ളപ്പണ നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ അദ്ദേഹത്തിന് മേലും ചുമത്തപ്പെടാം. കേസിന്റെ ഭാവി അതീവ സങ്കീർണവും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. CMRL നൽകിയ അപ്പീൽ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയ അനുമതി ഇഡിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിയമപരമായ ആയുധമാണ്. ഇതിന് പിന്നാലെ ഇഡി ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലെത്തി ഉന്നതതല യോഗം ചേർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല എന്ന സൂചനയും നൽകിയിരുന്നു. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമായ മറുപടികൾ നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ PMLA നിയമപ്രകാരം വീണയെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയ പകപോക്കലെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുണ്ടായ ധാർമ്മിക തകർച്ചയ്ക്ക് ഈ കേസ് കനത്ത ആക്കം കൂട്ടും. ഭരണത്തിന്റെ മറവിൽ നടന്ന കുടുംബ അഴിമതിയാണ് ഇതെന്ന് അണികൾക്ക് പോലും ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്ന തരത്തിലാണ് തെളിവുകളുടെ വിന്യാസം. കരിമണൽ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും ഒഴുകിയ കോടികളുടെ യഥാർത്ഥ ഉറവിടം ഇഡി പുറത്തു കൊണ്ടുവരുന്നതോടെ അത് പിണറായി വിജയന്റെയും CPMന്റെയും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന വഴിത്തിരിവായി മാറും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സംസാരിക്കാനുള്ളത്, വിപണിയിൽ 25 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ടൊയോട്ടയുടെ പുത്തൻ പുതിയ ഇന്നോവ ഹൈക്രോസ് കാറിലാണ് വീണയും ഭർത്താവ് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസും ഇഡി ഓഫീസിന് മുന്നിലേക്ക് മാസ് എൻട്രി ഒക്കെ നടത്തിയത്. എന്നാൽ ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമ ആര് എന്ന് കണ്ടെത്തുക സാധാരണക്കാർക്ക് അസാധ്യമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിവാഹൻ സൈറ്റിൽ പോലും വാഹനത്തിന്റെ കൃത്യമായ ഉടമസ്ഥാവകാശ വിവരങ്ങൾ എത്തുന്നതിന് മുൻപാണ്
ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ തനിമയോടെയുള്ള ഈ കറുത്ത ആഡംബര കാർ കൊച്ചിയിലെ റോഡുകളെ കീറിമുറിച്ച് ED ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. രജിസ്ട്രേഷൻ വിവരങ്ങൾ പോലും പൂർണ്ണമായി പൊതുസമൂഹത്തിന് ലഭ്യമാകാത്ത തരത്തിൽ അതീവ രഹസ്യമായാണ് ഈ വാഹനം ചോദ്യം ചെയ്യലിനായി വീണയ്ക്ക് എത്തിച്ചു നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിലും വിജയൻ കുടുംബത്തിന്റെ പതിവ് അതിബുദ്ധി തന്നെ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത് ED ഓഫീസിലേക്ക് എത്താൻ വീണ വിജയൻ പുതിയ കാർ വാങ്ങിയോ എന്ന സംശയം ശക്തമാകുകയാണ്. തന്റെ സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ഉള്ള വാഹനത്തിൽ വന്നാൽ അത് മാധ്യമങ്ങളിലൂടെയും പരിവാഹൻ വെബ്സൈറ്റിലൂടെയും ഉടൻ തന്നെ ജനങ്ങൾ തിരിച്ചറിയും എന്ന മുൻകൂട്ടി കണ്ടുള്ള നീക്കമാണിത്. വിവാദങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും സ്വന്തം ആസ്തികളെയും വാഹനങ്ങളെയും മാറ്റി നിർത്താനും ചോദ്യം ചെയ്യൽ ദിവസം പൊതുജന ശ്രദ്ധ തിരിച്ചുവിടാനും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും വൻകിട വ്യവസായിയുടെയോ കോൺട്രാക്ടറുടെയോ പേരിലുള്ള പുത്തൻ വാഹനമാണ് വീണയ്ക്കായി CPM കേന്ദ്രങ്ങൾ തരപ്പെടുത്തിയത് എന്ന ആരോപണം ശക്തമായി കഴിഞ്ഞു. പിണറായി വിജയനും കുടുംബത്തിനും കറുത്ത നിറത്തോടും കറുത്ത കാറുകളോടുമുള്ള ഹരം ഇപ്പോഴും തുടരുകയാണോ എന്ന ചോദ്യവും ഈ യാത്രയോടെ ഉയരുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കോടികൾ മുടക്കി കറുത്ത ഇന്നോവ ക്രിസ്റ്റകൾ വാങ്ങിക്കൂട്ടിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് പൊതുജനങ്ങളുടെ കറുത്ത മാസ്കിനും കറുത്ത തുണികൾക്കും വിലക്കേർപ്പെടുത്തിയ ഭരണകൂടത്തിന്റെ തലവൻ ഇന്നിപ്പോൾ സ്വന്തം കുടുംബത്തിന്റെ യാത്രകൾക്കായി കറുത്ത ആഡംബര കാറുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് വലിയ വൈരുദ്ധ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്.